ഹായ് ടു ആൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇത് ഒരു ലെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ 4. അപ്പോൾ ഞാനിവിടെ ഒരു 3 ലെയറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് നിങ്ങളുടെ ലെയേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ അതിനനുസരിച്ച് നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ് ആയി പോകും. നമ്മുടെ ബ്രെഡ് ഓൾറെഡി സോഫ്റ്റാണ്. ഒന്നുകൂടി അങ്ങ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി പോകും. പിന്നെ എടുത്താൽ കിട്ടില്ല, അത്രയ്ക്ക് സോഫ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്രീം വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ മിൽക്ക് കൊണ്ട് റെഡിയാക്കുന്ന ഒരു ക്രീം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വീഡിയോ ഇട്ടിട്ടില്ല, ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർക്കാതെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പും വീണ്ടും നമ്മുടെ ക്രീം, അങ്ങനെ ഒരു 3 ലെയർ വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റായി ഫ്രോസ്റ്റിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇത് മുകളിലായിട്ട് മാത്രം ഇതുപോലെ അങ്ങ് മുകളിൽ മാത്രമായിട്ടാണ് ഞാനിവിടെ ഫ്രോസ്റ്റിങ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിന് മുകളിലായിട്ട് ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് കഴിക്കട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഷുഗർ സിറപ്പും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ചില്ലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. തണുപ്പിക്കാതെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. എങ്കിലും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണല്ലോ നമ്മുടെ ഒരു കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഞാനിവിടെ 1 മണിക്കൂറൊന്ന് നല്ല സെറ്റാക്കി തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.